നേമത്ത് രാജീവ് ചന്ദ്രശേഖരന്റെ ഭൂരിപക്ഷം കുറയുന്നുണ്ട്. 10 റൗണ്ട് കഴിയുമ്പോൾ നേമത്ത് NDA ഭൂരിപക്ഷം 4573 കുറയുന്നുണ്ട്. ഇപ്പോൾ LDF മേഖലകളിലാണ് ഇപ്പോൾ വോട്ട്. രണ്ടാമത്തെ ലീഡ് എന്ന് പറയുന്നത് ചാത്തന്നൂരിൽ 1466 വോട്ടിലേക്ക് NDA. രാജേന്ദ്രനേക്കാൾ ചാത്തന്നൂരിൽ BJP സ്ഥാനാർത്ഥി ഗോപകുമാർ 1466 വോട്ടിന് ലീഡ് ചെയ്യുന്നു. 11ാമത്തെ റൗണ്ട് പൂർത്തിയാകുമ്പോൾ ചാത്തന്നൂരിൽ NDAക്ക് മികച്ചൊരു ലീഡ് എടുക്കാൻ കഴിഞ്ഞിരിക്കുന്നു. 11 റൗണ്ട് പൂർത്തിയാകുമ്പോൾ 1466 വോട്ടിനാണ് ചാത്തന്നൂരിൽ ഇപ്പോൾ NDA മുന്നിട്ട് നിൽക്കുന്നത്. നേമത്തും ചാത്തന്നൂരും മാത്രമാണ് NDA ലീഡ് ചെയ്യുന്നത്. കരമന ജയനും ലീഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷേ അടുത്ത നിർണായകമായ റൗണ്ടിൽ UDF അവിടെ CP ജോൺ ആണ് അവിടെ ലീഡ് ചെയ്യുന്നത്. കരമന ജയനും തൊട്ടു പിന്നിൽ തന്നെയുണ്ട്. ഈ 3 മണ്ഡലങ്ങളാണ്. ആലപ്പുഴയിലെ ആദ്യ വിജയം വരുന്നത് രമേശ് ചെന്നിത്തലയ്ക്കാണ്. ഹരിപ്പാട് മണ്ഡലത്തിൽ 23,377 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ രമേശ് ചെന്നിത്തല. MS അരുൺകുമാർ മാവേലിക്കരയിലും വിജയിച്ചതായി പ്രഖ്യാപനം വരികയാണ്. PK ഫിറോസ് 14 റൗണ്ട് പൂർത്തിയാകുമ്പോൾ 33,000 വോട്ടുകൾക്ക് മുന്നിലാണ്. 2 റൗണ്ടുകൾ മാത്രം വിജയം ഉറപ്പിച്ചു PK ഫിറോസ്. റാന്നിയിൽ UDFന്റെ ലീഡ് 2556 ആയിരിക്കുന്നു. തവനൂരിൽ 14,602 വോട്ടിന് UDF സ്ഥാനാർത്ഥി VS ജോയി വിജയം ഉറപ്പിച്ചു. ഇരവിപുരത്ത് UDFന്റെ ലീഡ് 8673, വിഷ്ണുമോഹന്റെ ലീഡ്. ചാത്തന്നൂരിൽ ഇനി 5 റൗണ്ട് മാത്രം ബാക്കിയുള്ളപ്പോഴാണ് 11 റൗണ്ടുകൾ പൂർത്തിയാകുമ്പോൾ 1466 വോട്ടുകൾക്ക് ഗോപകുമാർ ചാത്തന്നൂരിൽ രാജേന്ദ്രനേക്കാൾ ഇടത് സ്ഥാനാർത്ഥിയേക്കാൾ മുന്നിൽ നിൽക്കുന്നത്. ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. ചാത്തന്നൂരിൽ ഇനി ആകെ 2 റൗണ്ട് മാത്രമേ ബാക്കിയുള്ളൂ. മണലൂരിൽ പ്രതാപനാണ് മുന്നിൽ. മണലൂരിൽ 1080 വോട്ടുകൾ മാത്രമാണ്. 1050 വോട്ടിന് TN പ്രതാപൻ മുന്നിട്ട് നിൽക്കുകയാണ്. UDF സ്ഥാനാർത്ഥി ആബിദ് ഹുസൈൻ തങ്ങൾ 29,280 വോട്ടുകൾക്ക് മുന്നിൽ. ഇനി 8 റൗണ്ടാണ് ബാക്കിയുള്ളത്. അവിടെ ഭൂരിപക്ഷം കുറയുന്നുണ്ട്. ഓക്കെ, ഇനി നേമത്ത് ഭൂരിപക്ഷം കുറയുന്നു. 8 റൗണ്ടുകളുണ്ട്. ഇനി ബാക്കിയുള്ളത് LDF മേഖലകൾ. അപ്പോൾ 2 പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. നേമത്ത് രാജീവ് ചന്ദ്രശേഖർ ഇതുവരെ നേടിയ ലീഡ് ഇനിയുള്ള 8 റൗണ്ടുകളിൽ ശിവൻകുട്ടിക്ക് മറികടക്കാൻ കഴിയുമോ? മറ്റൊന്ന്, ചാത്തന്നൂരിൽ ഇതുവരെ BJP നേടിയിരിക്കുന്ന വളരെ നേരിയ ഭൂരിപക്ഷം ഇനിയുള്ള 5-6 റൗണ്ടുകളിൽ രാജേന്ദ്രന് CPയുടെ സ്ഥാനാർത്ഥിക്ക് മറികടക്കാൻ കഴിയുമോ? ഈ 2 ചോദ്യങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യവും. ബാക്കി കേരളം ആര് ഭരിക്കും, കേരളത്തിന് ഭരണത്തുടർച്ചയുണ്ടോ, എല്ലാ ചോദ്യങ്ങളും അസ്തമിച്ചിരിക്കുന്നു. കേരളത്തിൽ ഒരു ഭരണമാറ്റം ഉണ്ടാവുന്നു, അതും തിളക്കമാർന്ന വിജയം. 100 അടിച്ച് UDF ഭരണം പിടിച്ചെടുക്കുന്നു. ചവറയിൽ ഷിബു ബേബി ജോൺ വിജയിച്ചിരിക്കുന്നു. വിജയം പ്രഖ്യാപിക്കുകയാണ്. 14 റൗണ്ട് പൂർത്തിയായപ്പോൾ 18,573 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് ഷിബു ബേബി ജോൺ വിജയിച്ചിരിക്കുന്നു. അഭിനന്ദനങ്ങൾ. കോഴിക്കോട്ട് ധർമ്മടത്തെ ലീഡ് ഉയർത്തുന്നുണ്ട് പിണറായി വിജയൻ. 11 റൗണ്ടുകൾ പൂർത്തിയായി. ഇപ്പോൾ 7,111 വോട്ടിന്റെ ലീഡാണ് പിണറായി വിജയനുള്ളത്. കോഴിക്കോടും മാധ്യമപ്രവർത്തകർക്ക് നേരെ കോൺഗ്രസ് പ്രവർത്തകരുടെ ഒരു കയ്യേറ്റ ശ്രമം എന്നൊരു വാർത്ത കൂടി വരുന്നുണ്ട്. ആഹ്ലാദം അതിരി വിട്ടു പോകാതിരിക്കാൻ പ്രവർത്തകരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ മറ്റ് ചാനലുകൾ റിപ്പോർട്ടർ TVക്കെതിരെ ചില ആളുകൾ അവിടെ അസഭ്യം പറഞ്ഞത് ചോദ്യം ചെയ്തതാണ് സംഘർഷത്തിന് കാരണമെന്നറിയിക്കുന്നു. 2ഇടത്താണ് ഇപ്പോൾ ഈ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. തിളക്കമാർന്ന വിജയമാണ് UDFന്റേത്. 101 സീറ്റുകൾ നേടിയാണ് വിജയിക്കുന്നത്. ആ തിളക്കത്തിന്റെ ശോഭ കെടുത്തുന്നത് ആരാണെങ്കിലും അത് ശരിയുമല്ല. ലീഡ് നിലയുയർത്തുന്നു ജ്യോതികുമാർ ചാമക്കാല. ജ്യോതികുമാർ ചാമക്കാല തന്നെയാണ്. 12 റൗണ്ട് പൂർത്തിയാകുമ്പോൾ 7,850 വോട്ടിന്റെ ഒരു വരവ് വരും. നോക്കൂ, വട്ടിയൂർക്കാവിൽ VK പ്രശാന്ത് ലീഡ് 10 കുറഞ്ഞിരിക്കുന്നു. ബ്രോയുടെ ലീഡ് നില 10 കുറഞ്ഞിരിക്കുന്നു.